ഹലോ അസ്സലാമലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ ദുബായിൽ നിന്ന് വന്ന് നമ്മളെ നാട്ടിൽ വന്നിറങ്ങിയിട്ടുള്ള വൈറൽ ചോക്ലേറ്റാണ്. കുനാഫ ചോക്ലേറ്റിൻ്റെ ഒരുവിധം എല്ലാവരും കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും, കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് ചിലവ് കുറച്ച് വീട്ടിലെങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്ന് നമുക്ക് നോക്കാം. ഇത് ശരിക്കും നമ്മൾ ഉണ്ടാക്കുക കുനാഫ ഡോ വെച്ചിട്ടാണ്. അപ്പോൾ കുനാഫ ഡോ കുറച്ച് എക്സ്പെൻസാണ്. നമുക്കൊരു 250 ഗ്രാമിലൊന്നും കുറഞ്ഞ് കിട്ടൂല. അതിന് തന്നെ 170 രൂപയൊക്കെ റേറ്റ് വരും. പിന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കുകയും ചെയ്യാം. ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത്ര പെർഫെക്റ്റ് ആവണമെന്നില്ല എല്ലാവർക്കും. അപ്പോൾ ഞാനിതാ ഇത്രയും തിന്നായിട്ടുള്ള വെർമിസെല്ലി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. പക്ഷേ ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ബട്ടറിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബട്ടർ ഇല്ലാത്ത നിങ്ങൾ ഓയിലെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടാൽ അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ കണ്ട് മാറി പോവും. പിന്നെ 100 ഗ്രാം തൊണ്ട് കളഞ്ഞിട്ട് 100 ഗ്രാമുള്ള പിസ്തയാണ്. അപ്പോൾ അതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ എന്നിട്ട് നമ്മൾ നേരത്തെ വെർമിസെല്ലി റോസ്റ്റ് ചെയ്ത് വെച്ചില്ലേ, അതിൽ കൂടെ ഒന്ന് മിക്സ് ആക്കി വെക്കുക. എന്നിട്ട് പിന്നെ ഡബിൾ ബോയിൽ ചെയ്തിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ആണിത്. ഇതിൽ നമ്മൾ പാലോ വിപ്പിംഗ് ക്രീമോ ഒന്നും ചേർക്കാതെ ചോക്ലേറ്റ് മാത്രമായിട്ട് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്ത് ചെയ്യുമല്ലോ, ആ ചോക്ലേറ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരത്തിന് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പിസ്ത ഫ്ലേവറിനും കളറിനും വേണ്ടിയിട്ട് പിസ്ത എസൻസ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ചോക്ലേറ്റിന് വേണ്ട ഫില്ലിങ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് ഞാൻ ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ തിളച്ച വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മെൽറ്റ് ചെയ്ത് വരേണ്ടതാണ്. പക്ഷേ ഇത് ഞാൻ മിൽക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തപ്പോൾ അതിങ്ങനെ നല്ലൊരു ലൂസ് കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. പക്ഷേ ഇത് മെൽറ്റായി അത്ര അങ്ങോട്ട് ലൂസായില്ല. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതേ രീതിയിൽ. ഇതിങ്ങനെ കുറച്ച് ലൂസാവണില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഇതിൽ പാലും അതുപോലെ വിപ്പിംഗ് ക്രീം ഒന്നും ചേർത്ത് കൊടുക്കരുതിട്ടാ. അപ്പോൾ പിന്നെ നമ്മളെ ചോക്ലേറ്റിന് ആ വിചാരിച്ച ആ ഒരു സ്ട്രക്ചർ കിട്ടൂല. അപ്പോൾ നമ്മൾ ഈ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ നല്ല ലൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച മിൽക്ക് ചോക്ലേറ്റിൽ നിന്ന് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് രണ്ടും കൂടെ മിക്സ് ആക്കി വെച്ചിങ്ങനെ. പിന്നെ എൻ്റെ കയ്യിൽ ചോക്ലേറ്റിന് മോൾഡൊന്നും ഇല്ലാത്ത കാരണം ഞാനിത് നമ്മൾ വെച്ച ബിസ്ക്കറ്റിൻ്റെ കവർ ഉണ്ടല്ലോ, അതാണിത്, ആ കൂട് അതിൽ. അപ്പോൾ നമുക്ക് ആദ്യം ഇതുപോലെ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കിയതിന് ശേഷം വേണം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഫില്ലിങ് ഇതിലാക്കി കൊടുക്കാൻ. അപ്പോൾ ഇതുപോലെ നല്ല പ്രസ് ചെയ്താക്കി കൊടുത്തിട്ട് ബാക്കിയുള്ള ചോക്ലേറ്റ് കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് ക്ഷമ ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ നമ്മളെ ചോക്ലേറ്റ് റെഡിയാണ്. അപ്പോൾ ചോക്ലേറ്റും ഫില്ലിങ്ങും ഒക്കെ ബാക്കി വന്ന കാരണം ഞാൻ ചെറിയ ബോൾസ് ആക്കിയിട്ട് അതിലൊന്ന് ചോക്ലേറ്റ് കോട്ട് ചെയ്തിട്ട് ഇതുപോലെ വെക്കുന്നുണ്ട്. എന്നിട്ട് അതും തണുപ്പിച്ചെടുക്കുക. അങ്ങനെ ഒരു 5 മിനിറ്റ് ശേഷം നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുള്ള ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇളകി വരുമെന്നുള്ള എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇത് സിലിക്കൺ മോൾഡ് ഒന്നല്ലല്ലോ. എന്നാലും മാഷാല്ലാ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റുമാണ്. പിന്നെ ടേസ്റ്റിനെ കുറിച്ചിട്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ചോക്ലേറ്റിൻ്റെ ട്രെൻഡൊക്കെ കേണതിന് മുന്നേ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.